ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ആ വ്യക്തി കുറെ നാളുകളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയാണ്. ആണോ അല്ലേ? ചിന്തകളുണ്ട്. ചിന്തകൾ മാത്രമല്ല, ധാരാളം വൈകാരിക ഭാവങ്ങൾ അല്ലെങ്കിൽ ധാരാളം വികാരങ്ങളും ഉണ്ട്. അപ്പൊ കാലങ്ങളായിട്ട് ചിന്തകളും കാലങ്ങളായിട്ട് വികാരങ്ങളും ഉള്ള വ്യക്തികളായിരിക്കും ഓരോ മനുഷ്യന്മാരും. ആണോ അല്ലേ? അല്ലെ? ഈ കുറെ നാളുള്ള നമ്മുടെ ചിന്തയും കുറെ നാളുള്ള വികാരവും ചേർന്ന് 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 നമ്മൾക്കുള്ളില് ചില വിശ്വാസങ്ങൾ ഉണ്ടാവും. ഈ വിശ്വാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും മറ്റുള്ളവരോട് ഡീൽ ചെയ്യുമ്പോഴും ഈ സമയത്തൊക്കെ നമ്മുടെ ഉള്ളി നാരാണ്ട് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഉണ്ടോ? നിന്നെ കൊണ്ട് പറ്റുമെന്നും പറയും, നിന്നെ കൊണ്ട് പറ്റില്ല എന്നും പറയും. ഇത് രണ്ടും പറയുന്നത് എവിടെന്നാ? ഇത് എങ്ങനെ ഉണ്ടായേ? നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സെൽഫ് ടോക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മളോട് പറയുന്ന ആ വാക്കുകൾ അത് ഉണ്ടായ എങ്ങനെ? നമ്മൾ കുറെ നാളുകൊണ്ട് നമ്മൾക്കുള്ളിൽ കൊടുത്ത ചിന്തകളും നമ്മൾ കുറെ നാളുകൊണ്ട് നമ്മൾക്കുള്ളിൽ കൊടുത്ത ഇമോഷൻസും ഇത് ചേർന്നുണ്ടാക്കിയ വിശ്വാസങ്ങളാണ് ഈ പറച്ചിൽ പറയിപ്പിക്കുന്നത്. അപ്പൊ ഈ പറച്ചിൽ മാറാണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ. നമുക്കിപ്പോ വയനാട് പോയി ഒരാളെ കാണണം, നമ്മുടെ മനസ്സ് പറയും ഇപ്പൊ വയനാട് വരെ പോകേണ്ട ആവശ്യമുണ്ടോ? പറയാറില്ലേ? ഉണ്ട്. പക്ഷെ ചില ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പൊ പോകേണ്ടത് ദുബായിക്കാ പോകേണ്ടത്. അവര് പിന്നെ ഇമ്മീഡിയറ്റ്ലി ദുബായിക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അവര് ദുബായിക്ക് പോകാനുള്ള കാരണവും ഈ ഉള്ളിലത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. മറ്റേ ആൾക്കാർ വയനാട് വരാത്തതിന്റെ കാരണവും ഈ ഉള്ളിലത്തെ. അപ്പൊ നമുക്കുള്ളിൽ ഒരു മാറ്റം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റേണ്ടത് എവിടേക്കാ? ചിന്തകളിലും ഇമോഷൻസിലും. ഇതിൽ മാറ്റം ഉണ്ടാക്കാതെ നമുക്കുള്ളിലെ വിശ്വാസത്തിൽ മാറ്റം ഉണ്ടാവില്ല. വിശ്വാസത്തിൽ മാറ്റം ഉണ്ടാക്കാതെ നമ്മളോട് പറയുന്ന പറച്ചിൽ മാറ്റം ഉണ്ടാവില്ല. ഇനി നമ്മളോട് പറയുന്ന പറച്ചിലാണ് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നും നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നും തീരുമാനിക്കുന്നത്. നമുക്കിപ്പോ ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ നിന്ന് നമുക്കൊരു വഴി വരെ പോകണം. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ പോകണം. നല്ല മഴ പെയ്യാണ്. നമുക്ക് കുറെ വർഷങ്ങളായിട്ട് മനസ്സിൽ ചിന്തയുണ്ട്, മഴയാണെങ്കിൽ വഴിയിലൊക്കെ ചെളിയാണ്, ഇല്ലേ? വികാരമുണ്ട്, ചെളി കാലിലൊക്കെ പറ്റിയപ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്. ഇതിങ്ങനെ കെട്ടിക്കിടക്കുമ്പോ മനസ്സിലൊരു വിശ്വാസം വരും, മഴയത്ത് പുറത്തു പോകുന്നത് ബുദ്ധിമുട്ടാണ്. വരുമല്ലേ? ഇത് വന്നു കഴിയുമ്പോ മഴ പെയ്യണ സമയത്ത് ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പോയാൽ മതി. ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കാറ് വാങ്ങിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാനുള്ള അവസരമുണ്ട്. അപ്പോഴും മനസ്സ് പറയും മഴ കഴിയട്ടെ എന്നിട്ട് പോവാം. പറയൂ ഇല്ലേ? ഇത് ആരാ പറയണേ? നമ്മളാ പറയണേ. ആരോടാ പറയണേ? നമ്മളോടാ പറയണേ. ഈ പറയണ ആളെ ആരുണ്ടാക്കിയതാ? നമ്മൾ ഉണ്ടാക്കിയതാ. എന്നിട്ട് നമ്മൾ ആരെ കുറ്റം പറയും? മഴയെ കുറ്റം പറയും. ശരിയല്ലേ? നമ്മളൊരു കസ്റ്റമറെ കാണാൻ പോകുന്ന സമയത്ത് തന്നെ മനസ്സിന്റെ ഉള്ളിൽ ഇയാള് നോ പറയും. ഇയാൾ എന്താണ് നോയെ പറയുള്ളൂ, ഇയാൾ വരൂല്ല, അയാൾക്ക് ഈ പ്രസ്ഥാനത്തിൽ വിശ്വാസമില്ല. ഇത് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുറത്തു പറയണം, സർ സൂപ്പർ കമ്പനി, സർ ഉഗ്രൻ പ്രോജക്ട്സ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ ആൾക്ക് നമ്മുടെ വാക്കുകൾക്കപ്പുറമുള്ള ആ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള എനർജി ചെല്ലുവോ ഇല്ലയോ? നമ്മുടെ ഉള്ളില് നെഗറ്റീവ് എനർജി ചെല്ലും. നമ്മൾ പുറത്ത് കാണിക്കുന്ന പ്രഹസനം ചെല്ലുവോ? നമ്മൾ അവിടെ ചെന്നത് എന്തിനാ? ആക്ച്വലി നോ കേൾക്കാനാന്നേ. നമ്മുടെ ഉള്ളിലത്തെ ലെവലിൽ നോ കേൾക്കാൻ ചെന്നിരുന്ന് നമ്മൾ വിജയിച്ചാ തിരിച്ചു പോരണേ. സത്യത്തിൽ നമ്മൾ വിജയിച്ചാ തിരിച്ചു പോരണേ. അയാൾ എന്താണ് ജോയിൻ ചെയ്യാനൊന്നും പോകുന്നില്ല ബാപ്പാ. നമ്മൾ ഉള്ളിൽ ആ ചിപ്പ് കിടക്കുകയാണ്. അതായത് ഒരു വള്ളം കരയ്ക്ക് നല്ല മുറുക്കെ അങ്ങോട്ട് കെട്ടിയിട്ട് തുഴച്ചില്ല. വള്ളം അനങ്ങോ? ആരുടെ കുഴപ്പം? വള്ളത്തിന്റെ കുഴപ്പം, അല്ലെ തുഴയുടെ കുഴപ്പം? കുഴപ്പമൊക്കെ കെട്ടാ.